ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കൊറോണയുടെ ആ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നാം വീട്ടിലിരുന്നോ എങ്ങനെയാണോ അതിന് സമാനമായ ഒരു രീതിയിലേക്ക് ലോകം മുൻപോട്ട് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും ഓസ്ട്രേലിയയും അടക്കമുള്ളവർ ഇന്ധന ലോക്ക്ഡൗണിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ലോക്ക്ഡൗണിലേക്ക് നീങ്ങിയിരുന്നു. അതിനു സമാനമായി കൂടുതൽ രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും 20,000 വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യ 2,500 വിമാന സർവീസുകളാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഇനി മുതൽ ഈ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും ഒക്കെ ആദ്യ നടപടി എന്ന നിലയിൽ ഒറ്റ ഇരട്ട സംഖ്യകൾ എന്ന നമ്പർ ഇപ്പോൾ നടപ്പാക്കി വരുന്നു. ഒറ്റ ഇരട്ടക്ക നമ്പർ ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ്. അതായത് ഒരു ദിവസം ഒറ്റ നമ്പറുള്ള വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുക, ആ വാഹനങ്ങൾ മാത്രം സഞ്ചരിക്കുക. അടുത്ത ദിവസം ഇരട്ട നമ്പറുള്ള വാഹനങ്ങൾ സഞ്ചരിച്ചാൽ അനുമതി നൽകുകയാണ്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം ശക്തമായപ്പോൾ ഇത്തരം ഒരു നടപടി അന്നത്തെ ഡൽഹി സർക്കാർ എടുത്തിരുന്നു. അതിന് സമാനമായി തന്നെയുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിന് $116 കടക്കുകയാണ്. ലോകമെമ്പാടും ഇന്ധനം കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം 23 ദിവസം കഴിയുമ്പോഴേക്കും ലോകത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിനിടയിൽ ആണവോർജ ഏജൻസി എണ്ണ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി 10 പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ട നമ്പർ നടപടി കർശനമാക്കുക, ഒപ്പം തന്നെ വാഹനങ്ങളുടെ വേഗപരിമിതി നിശ്ചയിക്കുക, വിമാന സർവീസ് ഒഴിവാക്കിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഒക്കെ വർക്ക് ഫ്രം ഹോം ആക്കുക, വീട്ടിലിരുന്ന് ജോലി എടുക്കത്തക്ക രീതിയിലേക്ക് മാറ്റുക. കാരണം ഈ ജോലിക്കും മറ്റു പോകുന്നതിലൂടെ ഒരു വാഹനം ഒഴിവാക്കുന്നതിനായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിമാനങ്ങളിൽ മറ്റും സഞ്ചരിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. കൂടാതെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുക്കിങ്ങും മറ്റു കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോവുക. കൊറോണയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്.